നമ്മളിപ്പോൾ വളരെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ അലയൻസുകളൊക്കെ രൂപപ്പെടുന്നു. പഴയ ശത്രുക്കൾ പെട്ടെന്ന് തന്നെ കൂറുകൾ മാറുന്നു. പിന്നെ ചില രാജ്യങ്ങൾ റിയൽ ടൈമിൽ തന്നെ അവരുടെയൊക്കെ ആ ഒരു നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു. പിന്നെ അതിൻ്റെ എല്ലാം സെൻട്രൽ ഇറാൻ, ഇസ്രയേൽ, സൗദി അറേബ്യ, ടർക്കി. പക്ഷെ ഇവിടുത്തെ വലിയ ചോദ്യം, നമ്മൾ ജിയോ പൊളിറ്റിക്സ് ആണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതോ ബൈബിളിൽ യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ 38-39 അധ്യായങ്ങളിൽ കാണുന്ന പോലെയുള്ള സാഹചര്യം അതിപ്പോൾ ചുരുളഴിയാണോ? ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റ് ടു എറ്റേണിറ്റി. ബൈ ദ വേ, ഇന്നത്തെ കണ്ടന്റിലേക്ക് കയറുന്നതിന് മുമ്പേ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. അതുകൊണ്ട് ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഗ്ലോബൽ ബ്ലോക്കുകളാണ് ഇപ്പോൾ ലോകത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കാണുമെങ്കിൽ ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് റഷ്യ. ഇന്ത്യ അമേരിക്കയുടെ പക്ഷത്താണ്, ചൈന റഷ്യയുടെ പക്ഷത്തും. എത്യോപ്യ അമേരിക്കയോടൊപ്പം, സൗദി അറേബ്യ റഷ്യയോടൊപ്പം, സൊമാലിലാൻഡ് അമേരിക്കയോടൊപ്പം, ഇറാൻ റഷ്യയോടുകൂടി, ഗ്രീസ് അമേരിക്കയോടൊപ്പം, പാകിസ്ഥാൻ റഷ്യയോടൊപ്പം, UAE അമേരിക്കയോടൊപ്പം, ടർക്കി റഷ്യയോടൊപ്പം, സൈപ്രസ് അമേരിക്കയോടൊപ്പം, സൊമാലിയ റഷ്യയോടൊപ്പം, ഇസ്രയേൽ അമേരിക്കയോടൊപ്പം. ശക്തമായിട്ടുള്ള ഒരു ഇസ്രയേൽ വേണം എന്ന നിലപാടിൽ നിൽക്കുമ്പോൾ മറു സൈഡ് ഇസ്രയേൽ ശക്തമാകരുത്, ഇസ്രയേൽ ശക്തമാകുന്നതിനെ എതിർക്കുന്ന ഒരു പക്ഷം. ഇതിലെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, ഇറാനും റഷ്യയും ടർക്കിയും എല്ലാം ഒരുമിച്ച് അലൈൻ ചെയ്യുന്നു എന്നുള്ളതല്ല. ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം, സൗദി അറേബ്യയുടെ സട്ടിലായിട്ടുള്ള പിവറ്റിംഗ്, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിലപാടുകൾ മാറ്റുന്നു. വർഷങ്ങളായിട്ടുള്ള രീതിയിൽ അറബ് രാജ്യങ്ങൾ സുരക്ഷിതമായി ഇരുന്നു എന്ന് അവർ കരുതിയത് ഇറാൻ എന്ന അവരുടെ എല്ലാം എതിരാളിക്ക് കൗണ്ടറായിട്ട് ശക്തമായിട്ടുള്ളൊരു ഇസ്രയേൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴോ ഇറാൻ്റെ ആ ഒരു ശക്തിയിൽ ക്ഷയിക്കുമ്പോൾ ഈ പറയുന്ന മറ്റ് അറബ് രാജ്യങ്ങൾ അവർ മറ്റൊന്നിനെ ഭയപ്പെടുന്നു, അതിശക്തമായ ഇസ്രയേലിനെ. അത് അവരുടെ കാൽക്കുലേഷൻസിനെ മാറ്റുന്നുമുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, സൗദി അറേബ്യ ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അവരുടെ വർദ്ധിച്ചു വരുന്ന കടം, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെയധികം ചുരുങ്ങുന്നു. അവരുടെ വിഷൻ 2030 എന്നും പറഞ്ഞുകൊണ്ടുണ്ടായിരുന്ന വലിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ വളരെയധികം സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുക. പിന്നെ നിയോം എന്ന് പറയുന്നതിൻ്റെ അവിടുത്തെ ആ ലൈനും അപ്രകാരമുള്ള മെഗാ പ്രോജക്റ്റുകളും ഒക്കെ തന്നെ വളരെയധികം കുറച്ചു. ഇൻഫാക്ട് ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ വെറും ഒരു ഡോട്ടായിട്ടുള്ള രീതിയിൽ ചുരുങ്ങിയിരിക്കുക. അവരുടെ ആ ലോങ് ടേം ട്രാൻസ്ഫോർമേഷൻ പ്ലാൻ അവർ പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് നോക്കി, ഇറാൻ ഉള്ളിൽ നിന്ന് കൊളാപ്സ് ചെയ്താൽ, അയ്യത്തൊള്ളാമാർ അവിടെ തകർന്നു വീണാൽ, ഇസ്രയേൽ എന്തായാലും അതിശക്തമായിട്ടുള്ള ആർക്കും വെല്ലുവിളിക്കുവാൻ പറ്റാത്ത ഒരു രാജ്യമായി അത് ഉയർന്നു വരും എന്ന് അവർ ചിന്തിക്കുക. ഇതുണ്ടാകുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ ആ ബാലൻസ് തന്നെ ഷിഫ്റ്റായി പോവും, പവർ ബാലൻസ് അങ്ങ് ഷിഫ്റ്റായി പോവും എന്ന് സൗദി അറേബ്യയിലുള്ളവർ ചിന്തിക്കുക. അപ്പോൾ സൗദി അറേബ്യയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമുള്ള ഒരു കാര്യം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താണ് അവർ ചെയ്യുന്നത്? അവർ അവരുടെ നിലപാടുകൾ ചെറുതായിട്ട് മാറ്റുന്നു. ഇവിടെയാണ് ബൈബിൾ പ്രവചനം വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഷേബ, ദേദാൻ എന്ന് പറയുന്ന ആ പ്രദേശങ്ങളെക്കുറിച്ച് വായിക്കുന്നുണ്ട്. പല ബൈബിൾ പ്രവചന പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ഈ പറയുന്ന സ്ഥലങ്ങൾ ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള സ്ഥലങ്ങളാണെന്ന്. ആൻഡ് എന്താണ് ആ ടെക്സ്റ്റ് പിന്നെ പറയുന്നത്? ഗോഗിൻ്റെ കൂടെ വരുന്ന സംഘടിത ശക്തിയും, അതായത് റഷ്യ, ഇറാൻ, ടർക്കി, സുഡാൻ, ലിബിയ, ഇവരെല്ലാവരും ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ ഷീബയും ദീദേനും ആ പറയുന്ന ആ ഒരു സംഘടിത ഗ്രൂപ്പിൽ ചേരില്ല. അവർ പ്രതിഷേധിക്കും, അവർ ചോദ്യം ചോദിക്കും, അവർ ആ സംഘടിത ഗ്രൂപ്പിൽ നിന്ന് വിട്ടുമാറി നിൽക്കും. അതിൻ്റെ അർത്ഥം സൗദി അറേബ്യ അന്ത്യകാലത്തിലുള്ള യെഹെസ്കേൽ 38 കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ വരുന്ന ഗ്രൂപ്പിനോടൊപ്പം ചേരില്ല. അവർ ടെമ്പററി ആയിട്ട് അവരുടെ നിലപാടുകൾ മാറ്റും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള രീതിയിൽ, നയതന്ത്രപരമായിട്ടുള്ള രീതിയിൽ അവർ അവരുടെ നിലപാടുകളെ മാറ്റും. ആ അധിനിവേശം സംഭവിക്കുമ്പോൾ അവർ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കും. തിരുവെഴുത്ത് പറയുന്നത് പോലെ തന്നെ അവർ വിട്ടുമാറി നിൽക്കും. ബൈ ദ വേ, യെഹെസ്കേൽ 38 കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശം എപ്പോൾ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരെല്ലാമാണ്, എന്താണ് ഇസ്രയേലിലെ ആ സമയത്തെ സാഹചര്യം, എന്താണ് ഈ സംഘടിത ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എലമെൻറ്റ്, ഇതിനെപ്പറ്റിയുള്ള എല്ലാം അനലൈസ് ചെയ്യുന്ന സ്റ്റഡി, അതിൻ്റെ സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് ചിന്തിക്കാവുന്ന മറ്റ് ചില സ്റ്റഡീസിൻ്റെ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഈ ചാനലിൽ റെഗുലറായിട്ട് തന്നെ ബൈബിൾ പ്രവചനത്തിൻ്റെ കണ്ണാടിയിലൂടെ ഗ്ലോബൽ സ്ട്രാറ്റജിക് ട്രെൻഡ്സ്,
ആഗോളതലത്തിലുള്ള സമകാലിക സംഭവങ്ങളും ഡെവലപ്മെൻറ്റുകളും ഒക്കെയും തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ടർക്കിയെ പറ്റി ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടർക്കി ടെക്നിക്കലി നേറ്റോയിലെ ഒരു അംഗമാണ്. പക്ഷേ ഐഡിയോളജിക്കൽ പരമായിട്ടും സ്ട്രാറ്റജിക് പരമായിട്ടും ടർക്കി എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ടർക്കി മറ്റൊരു ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ടർക്കി ഇപ്പോൾ സൗദി അറേബ്യ, ഈജിപ്തിനോടൊക്കെയും കൂടെ ചേർന്ന് നിൽക്കുന്നു. പിന്നെ സിറിയയിൽ ടർക്കിയുടെ മിലിറ്ററി സാന്നിധ്യം, അവർ ജോർഡാനുമായിട്ടുള്ള രീതിയിൽ അടുത്ത് തന്നെ നിൽക്കുന്നു. ലിബിയയിൽ അവരുടെ ആ സ്വാധീനം, സൊമാലിയയിലെ അവരുടെ ആ സാന്നിധ്യം, പിന്നെ സുഡാനിലും നോർത്ത് ആഫ്രിക്കയിലും എല്ലാം അവർ ഡിപ്ലോമാറ്റിക്കായിട്ട് നയതന്ത്രപരമായിട്ടുള്ള രീതിയിൽ അവരുടെ റീച്ചിനെ എക്സ്പാൻഡ് ചെയ്യുക. സോ ഇതൊന്നും ചുമ്മാതങ്ങ് റാൻഡമായിട്ടുള്ള രീതിയിൽ സംഭവിക്കുകയല്ല. നിങ്ങൾ ജനുവരി 15 മുതലുള്ള സംഭവങ്ങളെ ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ടർക്കിക്ക് വേണ്ടി ഈജിപ്ഷ്യൻസ് ആണ് ഒന്നല്ലെങ്കിൽ പല രീതിയിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അവർ ലിബിയൻ ജനറലിനെ ടർക്കിയുടെ പക്ഷത്താക്കുവാൻ നിർബന്ധിച്ചു. സുഡാനീസിനെ നിർബന്ധിച്ചു ടർക്കിയുടെ പക്ഷത്ത് ചേരുവാൻ. ലിബിയയും സുഡാനും നമ്മൾ ആ എഹെസ്കേൽ 38 ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ഗ്രൂപ്പിലെ 2 രാജ്യങ്ങൾ, അവരെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിലപാടുകൾ മാറുന്നത് കണ്ടോ? പിന്നെ അവർ എറിട്രിയ, റവാണ്ട പോലുള്ള രാജ്യങ്ങളോട് സംസാരിക്കുന്നു. പിന്നെ ടർക്കിയും സൗദി അറേബ്യയും ചില കരാറുകളൊക്കെ ഉണ്ടാക്കുന്നു. ടർക്കിയും ഈജിപ്തും ചില കരാറുകൾ ഉണ്ടാക്കുന്നു. ടർക്കിയുടെയും ഈജിപ്തിൻ്റെയും മിലിറ്ററി സാന്നിധ്യം സൊമാലിയക്കകത്ത്. യോർദാൻ്റെ രാജാവ് ടർക്കിയിലെ എർഡോഗാനുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. നമ്മൾ എഹെസ്കേലിൻ്റെ പുസ്തകം 38 അധ്യായം നോക്കുമ്പോൾ നമ്മൾ മെഷക്, തുബാൽ, ഗോമർ, ബെത്ത് ടോഗർമ എന്ന് പറയുന്ന സ്ഥലങ്ങളെ പറ്റിയൊക്കെ വായിക്കുന്നുണ്ട്. പ്രവചന സ്കോളേഴ്സ്, പണ്ഡിതന്മാർ തന്നെ പറയുന്നത് ഈ സ്ഥലങ്ങൾ ഇന്നത്തെ ടർക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ വായിക്കുന്ന ആ സംഘടിത ഗ്രൂപ്പിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവർ പേർഷ്യ, അതായത് ഇന്നത്തെ ഇറാൻ, മാഗോഗ്, അത് റഷ്യയാണെന്നുള്ളത് ആ കണക്ഷൻ നമുക്കറിയാവുന്നതാണ്. പിന്നെ കുഷ്, സുഡാനും എത്യോപ്യയുടെയും ഭാഗങ്ങൾ. പിന്നെ പുട്ടെന്ന് പറഞ്ഞാൽ ലിബിയ. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെയുള്ള സന്ദേശങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് ഡെവലപ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടർക്കിയുടെ ആ സ്വാധീനത്തെ വളർത്തുന്നു. ലിബിയയുടെ അലൈൻമെൻറ്റിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തുന്നു. സുഡാനെയും അവരുടെ പക്ഷത്ത് ചേരുവാൻ അവർ സ്വാധീനിക്കുന്നു. ഇറാൻ ഇസ്രായേലിനോട് ശക്തമായിട്ടുള്ള എതിർപ്പിൽ മുന്നോട്ട് പോകുന്നു. റഷ്യ ഓൾറെഡി സിറിയക്കകത്ത് അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ഇമാജിനേഷൻ അല്ല, ഇതാണ് അലൈൻമെൻറ്റ്. അപ്പോൾ ഇറാൻ്റെയും അമേരിക്കയുടെയും ഇപ്പോഴത്തെ ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിലോ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ടെൻഷൻസ് അത് വെറും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അവ എക്സിസ്റ്റൻഷ്യലാണ്. അതായത് അമേരിക്ക പിന്മാറിയാൽ ഇസ്രയേൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇറാൻ ഇറ്റ് വിൽ സെൻസ് വീക്ക്നെസ്. ഇസ്രയേലിന് ശക്തിയില്ല എന്ന ഒരു ചിന്ത അത് ഇറാൻ അങ്ങ് തോന്നും. എഹെസ്കേൽ 38 നമ്മൾ വായിക്കുന്ന ആ ഒരു പാസേജിൽ ആ സംഘടിത ഗ്രൂപ്പ് ഇസ്രയേലിനെതിരെ വരുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്, ടു സീസ് സ്പോയിൽ. അതായത് വിലപിടിപ്പുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുവാൻ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ആ അധിനിവേശത്തിന് വേണ്ടി നിർബന്ധിക്കുന്നത്. നയതന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ, പിന്നെ ഡെസ്പറേഷൻ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ചില രാജ്യങ്ങൾ, അതായത് ഇറാനാണെങ്കിലും ടർക്കി ആണെങ്കിലും സുഡാനും ലിബിയയും, ഇവരെല്ലാവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രഷറാണ് അവരെ നിർബന്ധിക്കുന്നത് ആ ഒരു അധിനിവേശം ഇസ്രായേലിനെതിരെ നടത്തുവാൻ. ഈ ബൈബിൾ പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഡിക്ഷൻ വിത്ത് എനി പെർസെൻറ്റേജ് ഓഡ്സ്, അതായത് 80% നടക്കും, 20% നടക്കത്തില്ല എന്നുള്ള എങ്ങും തൊടാതുള്ള ഒരു പ്രവചനമല്ല. ചരിത്രത്തെ മുൻകൂട്ടി തന്നെ എഴുതപ്പെട്ടതാണ് ബൈബിൾ പ്രവചനം. ദൈവം ഓൾറെഡി ഇതെല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇന്നെന്തെങ്കിലും സംഭവിച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ച എന്തെങ്കിലും കാര്യങ്ങളെ തിരുത്തി എഴുതുകയില്ല. സൗദി അറേബ്യ അവരുടെ നിലപാടുകളൊക്കെ മാറ്റിയെന്ന് വരാം. ടർക്കി ഇപ്പോൾ അവരുടെ സ്വാധീനം എക്സ്പാൻഡ് ചെയ്യുമായിരിക്കാം. ഇറാൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. റഷ്യ ചില കാൽക്കുലേഷനുകളൊക്കെ നടത്തും. പക്ഷേ എൻഡ് റിസൾട്ട് ഇറ്റ് ഈസ് ഫിക്സ്ഡ്, അതിൽ മാറ്റമില്ല. എഹെസ്കേൽ 38 ഗോഗ് മാഗോഗ് അധിനിവേശം രൂപപ്പെടും. അതല്ലെങ്കിൽ ആ ഒരു അധിനിവേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടും. അവർ ഇസ്രയേലിനെതിരെ ഒരു അധിനിവേശം നടത്തും. പക്ഷേ സർവശക്തനായ ദൈവം ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർക്കി ആഫ്രിക്കയിലോട്ട് അവരുടെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കുക. ലിബിയ, സുഡാൻ, സൊമാലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് ടർക്കിയുടെ ആ ഒരു സ്വാധീനം. പിന്നെ ഇറാൻ ആ പ്രദേശത്തെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യുവാനായിട്ടൊരു ഇത് നോക്കുന്നു. റഷ്യയുടെ പൊസിഷനെ കുറച്ചും കൂടെ ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നു.
സൗദി അറേബ്യ വളരെ കെയർഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള നിലപാടിൽ ബാലൻസ് ചെയ്യുവാനും ശ്രമിക്കുന്നു. ഇസ്രയേൽ അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ടും സൈനികപരമായിട്ടും ശക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേജ് ഇപ്പോഴും പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ല, പക്ഷേ ആ പീസുകൾ അത് ക്ലിയർലി അറേഞ്ചായി വരികയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ വിൽ ദെയർ ബി എ സ്ട്രൈക്ക് ഓൺ ഇറാൻ? ഇറാൻ്റെ മേൽ ഒരു ആക്രമണം, അമേരിക്കയുടെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമോ? ഇറാന് ഒരു ആണവ ആയുധം ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ റേസ് ചെയ്യുന്നതിൻ്റെ കാരണം അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രയേലിനെ ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമും ഉണ്ട്. അമേരിക്ക ഇപ്പോൾ തന്നെ ഈ നടത്തുന്ന ഈ ചർച്ചകളിൽ അനേക ഡിമാൻഡ്സ് ഇറാൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇറാൻ ഇതുവരെയും എൻട്രി ചെയ്ത യുറേനിയം എല്ലാം അവർ വിട്ടുകൊടുക്കണം, അവരത് ഇല്ലാതാക്കണം. പിന്നെ അതുപോലെ തന്നെ യുറേനിയത്തെ എൻട്രി ചെയ്യുവാനായിട്ടുള്ള ഫെസിലിറ്റികളൊക്കെ നശിപ്പിക്കണം. ന്യൂക്ലിയർ പ്രോഗ്രാം സംബന്ധിച്ചുള്ള സൈറ്റുകളൊക്കെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്യണം. അവരുടെ ആ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം, അതായത് 300 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് റേഞ്ചുള്ള മിസൈൽ പ്രോഗ്രാമിനുള്ള സൈറ്റുകളെല്ലാം തന്നെ ഡിസ്മാൻഡിൽ ചെയ്യണം. പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ഇറാൻ്റെ മറ്റ് പകരക്കാർക്കുള്ള ഫണ്ടിങ് നിർത്തണം. പിന്നെ ഇറാനിലുള്ള സാധാരണക്കാരെ ആ ഭരണകൂടം കൊല്ലുന്നത് അവസാനിപ്പിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒന്നുകിൽ ഇറാൻ ഒരു ഒരു കരാർ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രയേലും കൂടെ ഒരു ആക്രമണം നടത്തിയ ശേഷം ഇറാനിലുള്ളവർ ഒരു കരാർ ഉണ്ടാക്കിയേക്കാം. ഇറാൻ ഒരിക്കലും ഇസ്രയേലിനെതിരെ ഒറ്റയ്ക്ക് വരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇസ്രയേലിനെതിരെയുള്ള അധിനിവേശത്തിൽ ആ ഗ്രൂപ്പിൽ തന്നെ ഇറാൻ ജോയിൻ ചെയ്യുന്നത്. ഇറാനിലുള്ള അയ്യത്തുള്ളമാർക്ക് വളരെ പേഷ്യൻ്റായി ക്ഷമയോടുകൂടി അവർക്ക് കാത്തിരിക്കാൻ അവർ വില്ലിങ്ങാണ്. അമേരിക്ക എന്ന സൂപ്പർ പവർ, ആ സൂപ്പർ പവർ അല്ലാത്ത ഒരു സ്ഥിതി ആകുന്ന ഒരു സമയം വരെ ഇറാനിലെ ഭരണകൂടം വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. ഖത്തറും ടർക്കിയും സൗദി അറേബ്യയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രയേൽ വീക്കായിട്ടിരിക്കുന്നതാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അയ്യത്തോളമാർ ഇറാനിൽ അധികാരത്തിൽ തന്നെ വേണം താനും. അതുകൊണ്ട് അവർ അയ്യത്തോളമാരുടെ മേൽ അവർ പ്രഷർ ചെലുത്തും, സമ്മർദ്ദം ചെലുത്തി അവിടെ എവിടെയും കുറച്ച് കൺസെഷൻസ് ഒക്കെ വരുത്തിയിട്ട് ഇറാനിലെ അയ്യത്തോളമാർ അധികാരത്തിൽ തന്നെ ഇരിക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ചേക്കാം. അപ്പോൾ അയ്യത്തോളമാർക്ക് ദേ ആർ ടു പ്രൗഡ്, അവർക്ക് അഹങ്കാരം ഒത്തിരി ഉള്ളതും കൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് ഇറാൻ്റെ മേൽ അമേരിക്കയുടെയും ഇസ്രയേലിനെയും കൂടെ ചേർന്ന് ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ മൂലം അയ്യത്തോളമാർ നിർബന്ധിതരാവും ഒരു കരാറിൽ ഒപ്പുവെക്കുവാൻ. എന്നിട്ട് അവർ ദേ വിൽ ലൈ ക്വയറ്റ്ലി, അവർ ശാന്തമായി വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ അമേരിക്ക സൂപ്പർ പവർ എന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിന്ന് പെതുക്കെ അവരുടെ പവർ കുറയുന്ന ആ സമയത്തേക്ക് അയ്യത്തോളമാർ വെയിറ്റ് ചെയ്യും. ആ സമയത്തായിരിക്കും ആ ഇസ്രയേലിനെതിരെയുള്ള സംഘടിത ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ അധിനിവേശത്തിൽ വരുന്ന ഗ്രൂപ്പിനോടൊപ്പം ഇറാനും ചേരുന്നത്. ഇതാണ് ESKL 38 കൃത്യതയോടുകൂടി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പത്രങ്ങളെയും മറ്റ് മാധ്യമങ്ങളും പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഇപ്രകാരമുള്ള കാര്യങ്ങളെക്കാട്ടിലും ഉപരിയായി ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കാം. കാരണം നമ്മൾ ഈ കാണുന്നത് കെയോസ് എന്ന് പറയുന്നില്ല, അതായത് എല്ലാം പ്രശ്നത്തിലാവുമോ എന്നുള്ള കാര്യങ്ങളല്ല. ദിസ് ഈസ് കൺവേർജൻസ്. അതായത് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ESKL 38 കാണുന്ന ആ ഒരു സംഭവം നടക്കും. അത് നടക്കുന്നത് ജിയോ പൊളിറ്റിക്സിൻ്റെയും ചർച്ചകളും തകർന്നുകൊണ്ടല്ല, അത് നടക്കുന്നത് പ്രവചനം നിവൃത്തിയാക്കപ്പെടുന്നത് കൊണ്ടാണ്. ദൈവം ഈ ലോകത്തിലെ പല കാര്യങ്ങളും സംഭവങ്ങളും അതിൻ്റേതായിട്ടുള്ള ഫൈനൽ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. സങ്കീർത്തനം 121:4 തന്നെ പറയുന്നത്, ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അതേ പ്രിയമുള്ളവരെ, അതിൽ നമുക്ക് ആശ്വസിക്കാം. അതോടൊപ്പം യേശു കർത്താവിൻ്റെ 2ാം വരവ് ഏറ്റവും അടുത്തു. നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജിക് ട്രെൻഡ്സിനെ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വാച്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എപ്പോഴും ഓൺ ദ ഗോ ഒക്കെ ആണെങ്കിൽ തന്നെ ത്രൂ ഔട്ട് ദ ഡേ പിക്ചേഴ്സും വീഡിയോസും ഇൻഫർമേഷനും ക്ലിപ്സും ന്യൂസും ഒക്കെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.